+1 സയൻസ് വിദ്യാർത്ഥികളെ ബോട്ടണി ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിങ്ഡം പ്ലൻറ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ആൽഗകൾ വരെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചില ചെറിയ പ്രവർത്തനങ്ങൾ നൽകിയിരുന്നു. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാകും എന്നും വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അവസാന ഭാഗത്ത് വരുന്ന ഏതാനും ചില സസ്യ ഗ്രൂപ്പുകളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. എസ്പെഷ്യലി ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന, വളരെ പെട്ടെന്ന് പഠിക്കാവുന്ന, നിസ്സാരമായി പഠിക്കാവുന്ന ചില ഭാഗങ്ങളാണ് ഇവ. ഒരല്പം ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി മാത്രമേ വേണ്ടൂ, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. സോ ലെറ്റ് us start. Bryophytes. This group includes mosses and liverworts. ഈ ഗ്രൂപ്പിൽ വരുന്നത് ആരൊക്കെയാണ്? മോസസും ലിവർവർട്ട്സുമാണ്. ഇനി അവരെവിടെ കാണുന്നത്? യൂഷ്വലി ഫൗണ്ട് ഇൻ മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയാസ്. നനവുള്ള, ഈർപ്പമുള്ള, തണലുള്ള പ്രദേശങ്ങളിലാണ് ഈ സസ്യങ്ങൾ സാധാരണയായിട്ട് വളരുന്നത്. They are also called amphibians of the plant kingdom. ശ്രദ്ധിക്കണേ, ആ വാക്ക് പ്രധാനപ്പെട്ട വാക്കാണ്. സോ ബ്രയോഫൈറ്റ്സ് ആർ also called amphibians of the plant kingdom. സസ്യ ഗ്രൂപ്പുകളിലെ ഉഭയജീവികളാണ് ബ്രയോഫൈറ്റ്സ്. എന്താ കാര്യം? They can live on land and in water. Or we can say, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, they can live on land or soil but need water for sexual reproduction. ലൈംഗിക പ്രത്യുൽപാദനം നടക്കണമെങ്കിൽ ജലം അത്യാവശ്യമാണ്. ഇനി ഈ ബ്രയോഫൈറ്റ്സ് എവിടെയാണ് കാണപ്പെടുന്നത്? They usually occur in damp, humid and shaded localities. Damp, humid and shaded localities. നനവുള്ള, ഈർപ്പമുള്ള, തണലുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായിട്ട് ആര് കാണുന്നത്? ബ്രയോഫൈറ്റ്സ് വളരുന്നത്. They have an important role in plant succession on bare rocks and soil. അതെന്താ, ഒരു പുതിയ വാക്കാണല്ലോ, പ്ലാന്റ് സക്സഷൻ, ബെയർ റോക്ക്. അതായത് പാറപ്പുറത്തൊക്കെ ഒരു പുതിയ സസ്യവിഭാഗം ഉണ്ടായി വരും. അത് നിങ്ങൾ അടുത്ത വർഷം വിശദമായി അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ്. തൽക്കാലം അത് പ്ലാന്റ് സക്സഷൻ എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. വിശദമായി നിങ്ങൾ അടുത്ത വർഷം പഠിക്കുന്നതാണ്. സോ ദേ ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്ലാന്റ് സക്സഷൻ ഓൺ ബെയർ റോക്സ് ഓർ സോയിൽ. ദെൻ the plant body of bryophytes is more differentiated than that of algae. You have already studied algae. നിങ്ങൾ ആൽഗകളെ കുറിച്ച് വളരെ വിശദമായി പഠിച്ചു കഴിഞ്ഞു. അവയുടെ ജനറൽ ക്യാരക്ടേഴ്സ് പഠിച്ചു കഴിഞ്ഞു. അവയുടെ പൊതുവായ സവിശേഷതകൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആൽഗകളേക്കാൾ കൂടുതൽ ഡിഫറൻഷ്യേറ്റഡ് ആണ് ബ്രയോഫൈറ്റ്സിൻ്റെ സസ്യ ശരീരം അല്ലെങ്കിൽ പ്ലാന്റ് ബോഡി. ഇറ്റ് ഈസ് താലസ് ലൈക്ക്. എന്താ താലസ് എന്ന് പറഞ്ഞാൽ? Undifferentiated plant body is called thallus. That is, the plant body is not differentiated into root, stem and leaves. Root എന്നോ സ്റ്റെം എന്നോ റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഇല്ല. അങ്ങനെ undifferentiated plant body is called thallus. So the plant body is thallus-like and prostrate or erect. നിവർന്നു നിൽക്കുന്നതാണ്. പ്രോസ്ട്രേറ്റ് ആണ് അല്ലെങ്കിൽ ഇറക്റ്റ് ആണ്. And attached to the substratum by unicellular or multicellular rhizoids. അപ്പോൾ എന്താ പറഞ്ഞേ? അപ്പോൾ പ്ലാന്റ് ബോഡി താലസ് ആണ്, അത് ഇറക്റ്റ് ആണ് അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റ് ആണ്. അത് സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യുന്നത് യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ് വഴിയാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, they have no true roots, stem and leaves. ബ്രയോഫൈറ്റ്സിൽ no true roots, no true stem, no true leaves. But we can see root-like, stem-like and leaf-like structures. പക്ഷേ നമുക്ക് എന്ത് കാണാൻ പറ്റും? റൂട്ട് പോലുള്ള, വേര് പോലുള്ള, കാണ്ഡം പോലുള്ള, ഇലകൾ പോലുള്ള ഘടനകൾ കാണാൻ പറ്റും.
So, in bryophytes we can see there is no true roots, true stem and true leaves. Only root-like, stem-like and leaf-like structures are there. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളത് ഒരു കാരണവശാലും മറന്നു പോകരുത്. Then, the main plant body of bryophyte is haploid. Bryophytes-ന്റെ സസ്യശരീരം ഹാപ്ലോയിഡ് ആണ്. The main plant body of a bryophyte is haploid. It produces gametes. ഇതെന്നാ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ ഗമറ്റോഫൈറ്റ്. അതുകൊണ്ട് ഇതിനെ എന്ത് പറയുന്നു? ഗമറ്റോഫൈറ്റ് എന്ന് പറയുന്നു. സോ ദ മെയിൻ പ്ലാന്റ് ബോഡി ഈസ് ഹാപ്ലോയിഡ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ഗമേറ്റ്സ് ആൻഡ് സോ ഇറ്റ് ഈസ് നോൺ ആസ് എ ഗമറ്റോഫൈറ്റ്. Then gametophyte. Then what about the sex organs? Sex organs are multicellular. ലൈംഗിക അവയവങ്ങൾ മൾട്ടിസെല്ലുലാർ ആണ്. The male sex organ is called antheridium. എന്താണ്? Antheridium. And they produce biflagellate antherozoids. ഓർക്കണേ, ഇപ്പോൾ മെയിൽ സെക്സ് ഓർഗൻ ഈസ് കാൾഡ് antheridium and they produce, എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? Biflagellate antherozoids. And the female sex organ is called archegonium. എന്താണ്? Archegonium. Female sex organ is called archegonium. It is flask shaped. എന്നാ ഷേപ്പ്? ഫ്ലാസ്ക് ഷേപ്പാണ് ആർക്കിഗോണിയം. It produces only one egg. Only single egg. It produces a single egg. അപ്പോൾ മെയിൽ സെക്സ് ഓർഗൻ ആന്തറിഡിയം ആണ്, ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയം ആണ്. ആർക്കിഗോണിയം ഫ്ലാസ്ക് ഷേപ്ഡ് ആണ്. ആർക്കിഗോണിയത്തിനകത്ത് ഒരു എഗ്ഗ് മാത്രമേ ഉള്ളൂ. Then the antherozoids are released into the water. Male gametes ആണ് antherozoids. ആന്തരിഡിയയിൽ ഉണ്ടാകുന്ന ആന്തറോസോയിഡ്സ് ആർ റിലീസ്ഡ് ഇൻ ടു ദ വാട്ടർ. വാട്ടറിലേക്ക് എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. Then what happens? These antherozoids fuse with the egg. Antherozoids എഗ്ഗുമായി കൂടിച്ചേരുന്നു to produce the zygotes. Antherozoids എഗ്ഗുമായി കൂടിച്ചേർന്ന് സിക്താണ്ഡം ഉണ്ടാകുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ട്സ് do not undergo reduction division rapidly. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സിക്താണ്ഡങ്ങൾ പെട്ടെന്ന് ഊനഭംഗത്തിന് വിധേയമാകുന്നില്ല. Then what happens? They produce a multicellular body called sporophytes. ഈ സൈഗോട്ടിൽ നിന്ന് ഒരു മൾട്ടിസെല്ലുലാർ ബോഡി ഉണ്ടാകുന്നു. That is what is known as sporophytes. It is not free living. അതെന്തല്ല? ഫ്രീ ലിവിംഗ് അല്ല. പിന്നെയോ ബട്ട് അറ്റാച്ച്ഡ് ടു ദ ഫോട്ടോസിന്തറ്റിക് ഗെമറ്റോഫൈറ്റ്സ്. എന്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നു? ഗെമറ്റോഫൈറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നു. ആൻഡ് ഡിറൈവ്സ് നറിഷ്മെന്റ് ഫ്രം ഇറ്റ്. അപ്പോൾ ഈ സ്പോറോഫൈറ്റ് ഈ ഗെമറ്റോഫൈറ്റിൽ നിന്ന് നറിഷ്മെന്റ് ലഭിക്കുന്നു, അല്ലെങ്കിൽ കിട്ടുന്നു, എടുക്കുന്നു. Then some of the cells of the sporophytes undergo meiosis to produce haploid spores. ഈ സ്പോറോഫൈറ്റിലെ ചില സെൽസിൽ നിന്ന് ചില കോശങ്ങൾ ഊനഭംഗത്തിന് വിധേയമാകുന്നു, റിഡക്ഷൻ ഡിവിഷന് വിധേയമാകുന്നു, മിയോസിസിന് വിധേയമാകുന്നു. അങ്ങനെ എന്തുണ്ടാകുന്നു? ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഹാപ്ലോയിഡ് രേണുക്കൾ ഉണ്ടാകുന്നു. ദി സ്പോർസ് ജെർമിനേറ്റ് ഫോം ഗെമറ്റോഫൈറ്റ്സ്. ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് വീണ്ടും എന്തായി മാറുന്നു? ഗെമറ്റോഫൈറ്റ്സ് ആയി മാറുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബ്രയോഫൈറ്റ്സിനെ കുറിച്ചുള്ള ചില പൊതുവായ സവിശേഷതകളാണ്. വളരെ ലളിതമാണ്. നിങ്ങൾ ഓർത്ത് നോക്കൂ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുമായി ബന്ധപ്പെടുന്ന എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യണം. Then we have to discuss what about the economic importance of bryophytes. ബ്രയോഫൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് എക്കണോമിക് ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ, സാമ്പത്തിക പ്രാധാന്യമേ അവയ്ക്ക് ഉള്ളൂ. ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇവിടെ ഓർത്തിരുന്നാൽ മതി. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. First one, some provide food for herbaceous mammals, birds and other animals. Herbaceous mammals സസ്തനികൾക്ക്, ബേർഡ്സ് പക്ഷികൾ, മറ്റു ചില ജന്തുക്കൾ ഇത് ആഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. Another important aspect is species of sphagnum, there is a moss, provide
peat and used as a fuel. ഇതൊരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. മാത്രമല്ല സ്പാഗ്നം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സർജിക്കൽ ഡ്രസ്സിങ്സിന് വേണ്ടി ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പിന്നീട് ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. മോസ്കോട്ടൺ എന്നാണ് അറിയപ്പെടുന്നത്, മോസ്കോട്ടൺ. Then this sphagnum is also used as a packing material. ഒരു പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് സ്പാഗ്നം ഉപയോഗിക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു ഹോൾഡ് വാട്ടർ. ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു ഹോൾഡ് വാട്ടർ. Then moreover, Moses along with lichens. ലൈക്കൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആൽഗയും ഫംഗസും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അസോസിയേഷനാണ് ലൈക്കൺ. ഒരു ആൽഗയും ഒരു ഫംഗസും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അസോസിയേഷനാണ് ലൈക്കൺ. സോ മോസസ് അലോങ് വിത്ത് ലൈക്കൻസ് ആർ ദ ഫസ്റ്റ് ഓർഗാനിസംസ് ടു കോളനൈസ് റോക്സ് ആൻഡ് ഹെൻസ് ഗ്രേറ്റ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. ഈ മോസ് വിഭാഗത്തിൽപ്പെട്ട ചെടികളും ബ്രയോഫൈറ്റ്സ് അതുപോലെ ലൈക്കൺസും ആണ് ഈ പാറകളിൽ ആദ്യം കോളനൈസ് ചെയ്യുന്നത്. അവരെന്താ ചെയ്യുക? ആദ്യം വളരുന്നത് they decompose rocks. They know they decompose rocks and making the substrate suitable for the growth of higher plants. പാറ പൊടിക്കുന്നു. അവിടെ എന്താണ്? ഹയർ പ്ലാന്റ്സിന് വളരാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചെടികളാണ് ആരൊക്കെ? മോസസ് ആൻഡ് ലൈക്കൺസ്. ആൻഡ് മോറോവർ യു ക്യാൻ സീ മോസസ് ഫോം ഡെൻസ് മാറ്റ്സ് ഓൺ ദ സോയിൽ. മെത്ത പോലെ വളരും മണ്ണിൽ. എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യും? വെള്ളം കെട്ടിക്കിടക്കും. സോ ദാറ്റ് മേ പ്രിവെന്റ് സോയിൽ ഇറോഷൻ. മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗം സസ്യങ്ങളാണ് മോസസ്. എന്തുകൊണ്ടാണ്? ദേ ഫോം ഡെൻസ് മാറ്റ്സ് ഓൺ ദ സോയിൽ. ഡെൻസ് മാറ്റ്സ് ഓൺ ദ സോയിൽ. മാറ്റ് പോലെ വളരും. അപ്പം മണ്ണൊലിപ്പിനെ നല്ലതുപോലെ തടയാൻ സഹായിക്കുന്ന ഒരു വിഭാഗം സസ്യങ്ങളാണ് ആര്? മോസസ്. ദെൻ ബ്രയോഫൈറ്റ്സ് പ്രധാനമായിട്ടും രണ്ട് വിഭാഗങ്ങളാണ്, ലിവർവുഡ്സ് ആൻഡ് മോസസ്. ഓർത്ത് നോക്കൂ, ബ്രയോഫൈറ്റ്സ് ഇതല്ല ശരിക്കുള്ള ക്ലാസിഫിക്കേഷൻ ഇതല്ല. തൽക്കാലം നിങ്ങൾ ഇതെങ്കിലും മനസ്സിലാക്കുക. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. Moses and liverworts. So bryophytes are of two groups, liverworts and Moses. So first of all we have to discuss liverworts. എവിടാ liverworts വളരുന്നത്? Usually growing in moist shady habitats. ഈർപ്പമുള്ള തണലുള്ള പ്രദേശങ്ങളിലാണ് ഇവ വളരുന്നത്. എന്ന് പറഞ്ഞാൽ എവിടെയാ? ബാങ്ക്സ് ഓഫ് സ്ട്രീംസ്. അരുവികളുടെ അടുത്ത്. അരുവികളില്ലേ? അരുവികൾ, ചാനൽസ്, അരുവികൾ, നദികൾ. അതിൽ അരുവികളുടെ അരുവികൾ ഒഴുകുന്ന ഭാഗത്ത് ആ തിട്ടയിലൊക്കെ ആണ് കാണപ്പെടുന്നത്. മാർഷി ഗ്രൗണ്ട്സ്, ചതുപ്പ് തലങ്ങളിൽ, ഡാം സോയിൽ, നനവുള്ള മണ്ണ്, ആ മണ്ണിൽ ബാർക്ക് ഓഫ് ട്രീസ്, ഈ മരങ്ങളുടെ തൊലികളിൽ, ആൻഡ് ഡീപ്പ് ഇൻ ദ വുഡ്സ്, ആ മരങ്ങളിൽ ഇടയിലേക്ക് അല്ലെങ്കിൽ അടിയിൽ, ഉള്ളിൽ. ആൻഡ് ദ പ്ലാന്റ് ബോഡി ഈസ് താലോയിഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, വാട്ട് ഈസ് എ താലസ്? Undifferentiated plant body is a thallus. That is, the plant body is not differentiated into root, stem and leaves. So the plant bodies in liverworts, ശ്രദ്ധിക്കുക, എത്ര മനസ്സിലാക്കിയാൽ മതി, പേടിക്കണ്ട. In liverworts, plant body is a thallus or thalloid plant body. എന്താണ് thalloid plant body? The plant body is not differentiated into root, stem and leaves. For example, Markantia. And the thallus is dorsiventral. The dorsiventral ഒരു upper surfaceും ഒരു lower surfaceും ഉണ്ട്, തൽക്കാലം മനസ്സിലാക്കുക. And closely attached to the substratum. അത് സബ്സ്ട്രേറ്റുമായിട്ട് ക്ലോസ്ലി അറ്റാച്ച്ഡ് ആണ്. And some of them have tiny leaf-like appendages in 2 rows on the stem-like structures. So there is no true stem, only stem-like structures. അപ്പോൾ ആ സ്റ്റെം പോലുള്ള ഘടനയിൽ രണ്ട് വശത്തും രണ്ട് നിരകളായിട്ട് tiny leaf-like appendages can be seen. Then about the reproduction. ഇനി എന്താ? പ്രത്യുൽപാദനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. A sexual reproduction
is by fragmentation of thalli. താലസിൻ്റെ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, പഠിച്ചിട്ടുണ്ട്. എന്താണ്? താലസ് പല പല കഷണങ്ങളായി മുറിയുന്നു. ഓരോ കഷണത്തിനെ, ഓരോ പീസിനെയുമാണ് നമ്മൾ ഫ്രാഗ്മെൻ്റ് എന്ന് പറയുന്നത്. ആ ഫ്രാഗ്മെൻറ്റ് ഓരോ പീസും ഓരോ ഫ്രാഗ്മെൻറ്റും ഡെവലപ്പ് ചെയ്ത് പുതിയ പ്ലാന്റായി മാറും. സോ എ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് താലൈ or by the formation of specialized structures called gemme. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഓർത്തിരിക്കണം, പേടിക്കണ്ട. അപ്പോൾ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഒന്ന് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ, ഓക്കെ. രണ്ട് ബൈ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് കാൾഡ് ജെമ്മെ. അപ്പോൾ ചോദിക്കാം, എന്താണ് ജെമ്മെ? ദീസ് ആർ ഗ്രീൻ, പച്ച നിറമുള്ളവയാണ്, മൾട്ടി സെല്ലുലാറാണ്, എസെക്ഷുവൽ ബഡ്സ് ആണ്, which develop in small receptacle called gemma cups. അപ്പോൾ താലസിൽ കാണപ്പെടുന്ന റിസെപ്റ്റക്കിൾ പോലെ ഒരു റിസെപ്റ്റക്കിൾ കാണും, ഒരു കുഴി പോലെ, ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് ക്യാവിറ്റി. ആ ക്യാവിറ്റിക്കകത്ത് കാണപ്പെടുന്ന എസെക്ഷുവൽ ബഡ്സ് ആണ് ഗ്രീൻ മൾട്ടി സെല്ലുലാർ എസെക്ഷുവൽ ബഡ്സിനെയാണ് ജെമ്മെ എന്ന് പറയുന്നത്, സിംഗുലർ ജെമ്മ. So these gemme detach from the plant body. ഈ ജെമ്മെ എന്ത് ചെയ്യുന്നു? പ്ലാന്റ് ബോഡിയിൽ നിന്ന് വേർപെട്ട് പുതിയ ഇൻഡിവിജ്വൽസായി മാറും, പുതിയ പ്ലാന്റായിട്ട് മാറും. സോ റിമെമ്പർ വൺസ് അഗെയിൻ, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ, and second one is by the formation of specialized structures called specialized cells called gemme. These are asexual buds, these are green in color, these are multicellular, and these gemme are formed in receptacles on the thalli, and these gemme can develop into new plants, new individuals. And what about the sexual reproduction? ലൈംഗിക പ്രത്യുത്പാദനം എങ്ങനെയാണെന്ന് നോക്കൂ. During sexual reproduction, male and female organs are produced either on the same or different thalli. ഒന്നുകിൽ ഒരേ താലസിൽ തന്നെ മെയിൽ ഓർഗണും ഫീമെയിൽ ഓർഗണും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഡിഫറൻറ്റ് താലസുകളിലായിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാകും. റിമെമ്പർ, ദ സ്പോറോഫൈറ്റ് ഹാസ് എ ഫുഡ്, സ്വീറ്റ് ആൻഡ് ക്യാപ്സ്യൂൾ. സ്പോറോഫൈറ്റിന് 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ആഫ്റ്റർ മിയോസിസ് നടന്നതിന് ശേഷം, ഊനഭംഗം നടക്കുന്നതിന് ശേഷം സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ക്യാപ്സ്യൂൾസ്. അപ്പോൾ സ്പോറോഫൈറ്റിന് 3 ഭാഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാ? ബേസൽ, ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. ഈ ക്യാപ്സ്യൂളിനകത്ത് നിന്നാണ് സ്പോർസ് ഉണ്ടാകുന്നത്. സ്പോർസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആഫ്റ്റർ മിയോസിസ്, ആഫ്റ്റർ റിഡക്ഷൻ ഡിവിഷൻ, ഊനഭംഗത്തിന് ശേഷം. ദെൻ ദി സ്പോർസ് ജെർമിനേറ്റ് ഫോം ഗാമറ്റോഫൈറ്റ്സ്. അങ്ങനെ ഈ ക്യാപ്സ്യൂളിനകത്ത് നിന്ന് റിഡക്ഷൻ ഡിവിഷൻ നടന്നതിന് ശേഷം ഉണ്ടാകുന്ന സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് എന്തായി മാറുന്നു? ഗാമറ്റോഫൈറ്റ്സ് ആയിട്ട് മാറും. പ്രയാസമില്ലല്ലോ, ശാന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. Then we have to discuss the second group, മോസുകൾ. Okay. The main stage of the life cycle of a moss is a gametophyte. മോസിൻ്റെ ജീവിതചക്രത്തിലെ മെയിൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗെമറ്റോഫൈറ്റ് ആണ്. ഓർക്കുക, ഗെമറ്റോഫൈറ്റ്സ്. It has 2 stages. It consists of 2 stages. The first stage is a protonema. So it has 2 stages. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2 സ്റ്റേജുകളുണ്ട്, 2 ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റേജാണ്, ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദ പ്രോട്ടോണിമ. അതും ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടേമാണ് പ്രോട്ടോണിമ. എന്താ പ്രോട്ടോണിമ? ഇറ്റ് ഡെവലപ്സ് ഡയറക്ട്ലി ഫ്രം എ സ്പോർ. ഇത് സ്പോറിൽ നിന്ന് നേരിട്ടുണ്ടാകുന്ന ഘടനയാണ് എന്തോന്ന്? പ്രോട്ടോണിമ. ഇനി എന്താ പ്രോട്ടോണിമ? ഇറ്റ് ഈസ് ക്രീപ്പിംഗ്, ഇഴഞ്ഞു വളരുന്നതാണ്. ഗ്രീൻ, പച്ച നിറമുള്ളതാണ്. ബ്രാഞ്ചിനാണ്. ആൻഡ് ഫ്രീക്വൻ്റ്ലി ഫിലമെൻ്റസ് സ്റ്റേജ്. അപ്പോൾ പ്രോട്ടോണിമ എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എ മോസ് ഇൻ ദ ലൈഫ് സൈക്കിൾ. എന്താ, എവിടുന്നാണ് ഉണ്ടാകുന്നത്? ഇറ്റ് ഡെവലപ്സ് ഡയറക്ട്ലി ഫ്രം എ സ്പോർ. പിന്നെയോ, ഇറ്റ് ഈസ് ക്രീപ്പിംഗ്, ഗ്രീൻ, ബ്രാഞ്ച്ഡ് ആൻഡ് ഫ്രീക്വൻ്റ്ലി ഫിലമെൻ്റസ് സ്റ്റേജ്.
ഓക്കെ, ക്ലിയർ? പ്രോട്ടോണിമ എന്തെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. Then the second stage is the leafy stage. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ലീഫി സ്റ്റേജ് ആണ്. എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഇറ്റ് ഡെവലപ്സ് ഫ്രം ദ സെക്കൻഡറി പ്രോട്ടോണിമ ആസ് എ ലാറ്ററൽ ബഡ്സ്. ഇറ്റ് ഡെവലപ്സ് ഫ്രം ദ സെക്കൻഡറി പ്രോട്ടോണിമ ആസ് എ ലാറ്ററൽ ബഡ്സ്. ദി കൺസിസ്റ്റ് ഓഫ്, ഇതിലെന്താ ഉള്ളത്? അപ്രൈറ്റ്സ്, slender axis bearing spirally arranged leaves. ഒന്നുകൂടെ, ഇതിലെന്താ ഉള്ളത്? They consist of upright, slender axis bearing spirally arranged leaves. Spirally arranged ഇലകളാണ് അതിനകത്തുള്ളത്. Then they are attached to the soil. They are attached to the soil. എങ്ങനെയാണ് മണ്ണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? Through branched multicellular rhizoids. These are attached to the soil with the help of multicellular rhizoids. And this stage bears എന്താണ്? Sex organs. So then we have to discuss what about the reproduction. പ്രത്യുൽപാദനം നടക്കുന്നത് എങ്ങനെയാണ്? First of all, vegetative reproduction. It takes place by fragmentation. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഫ്രാഗ്മെന്റേഷൻ എന്ന്. And budding in the secondary protonema. സെക്കൻഡറി പ്രോട്ടോണിമയിൽ ബഡ്ഡിംഗ് വഴിയും അതുപോലെ ഫ്രാഗ്മെന്റേഷൻ വഴിയുമാണ് എന്തോന്ന്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. Then what about the sexual reproduction? ലൈംഗിക പ്രത്യുൽപാദനം എന്താണ്? സെക്സ് ഓർഗൻസ് ഏതൊക്കെയാണ്? ആന്തരഡിയ ആൻഡ് ആർക്കിഗോണിയ. എന്തേ? ആന്തരഡിയ ആൻഡ് ആർക്കിഗോണിയ ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ എപ്പെക്സ് ഓഫ് ദ ലീഫി ഷൂട്ട്സ്. ഷൂട്ട് അതിൻ്റെ എപ്പെക്സിൽ, എപ്പെക്സ് എന്ന് വെച്ചാൽ ടിപ്പിൽ, ആ സ്റ്റെം പോലുള്ള സ്ട്രക്ചറിൻ്റെ ടിപ്പിൽ, രണ്ട് സൈഡിലും ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണും. അതിൻ്റെ ടിപ്പിലാണ് എന്തുണ്ടാകുന്നത്? ഈ സെക്സ് ഓർഗൻസ് ഉണ്ടാകും. ദ സെക്സ് ഓർഗൻസ് ആന്തരഡിയ ആൻഡ് ആർക്കിഗോണിയ ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി ടിപ്പ് ഓഫ് ദ ലീഫി ഷൂട്ട്സ് ഓർ ദ എപ്പെക്സ് ഓഫ് ദ ലീഫി ഷൂട്ട്സ്. And what happens after fertilization? After fertilization, zygote develops into sporophyte. Zygote എന്തായി മാറുന്നു? സ്പോറോഫൈറ്റ് ആയി മാറുന്നു. സ്പോറോഫൈറ്റ് ഹാസ് ഫുഡ്, സീറ്റ് ആൻഡ് ക്യാപ്സ്യൂൾ. നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെയാണ് സ്പോറോഫൈറ്റ് എന്തൊക്കെയുണ്ട്? ഫൂട്ടുണ്ട്, സീറ്റയുണ്ട്, ക്യാപ്സ്യൂളുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ദ സ്പോറോഫൈറ്റ് ഓഫ് മോസസ് ഈസ് മോർ എലാബറേറ്റ് ദാൻ ദാറ്റ് ഇൻ ലിവർ ബഡ്സ്. ലിവർ ബഡ്സിനേക്കാൾ കുറച്ചുകൂടെ എന്താണ്? അഡ്വാൻസ്ഡ് ആണ്, എലാബറേറ്റ് ആണ് മോസസിലെ എന്തോന്ന്? സ്പോറോഫൈറ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ ദ ക്യാപ്സ്യൂൾ കണ്ടെയ്ൻ സ്പോർസ്. ക്യാപ്സ്യൂളിനകത്ത് ഇപ്പോൾ സ്പോറോഫൈറ്റിന് ഫൂട്ട്, സീറ്റ്, ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂളിനകത്ത് എന്തുണ്ടാകുന്നു? സ്പോർസ് ഉണ്ടാകും. സ്പോർസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സ്പോർസ് ആർ ഫോംഡ് ആഫ്റ്റർ മിയോസിസ്. And moreover, Moses have an elaborate mechanism of spore dispersal. അപ്പോൾ ക്യാപ്സ്യൂളിനകത്താണ് സ്പോർസ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്പോർസ് ഉണ്ടാകുന്നത് റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നതിന് ശേഷമാണ്. റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മിയോസിസ് അല്ലെങ്കിൽ ഊനഭംഗം. ക്യാപ്സ്യൂളിനകത്തെ കോശങ്ങൾക്ക് ഊനഭംഗം നടക്കുന്നു, അല്ലെങ്കിൽ ഊനഭംഗത്തിന് വിധേയമാകുന്നു, അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ വിധേയമാകുന്നു. അതിനുശേഷം അവയിൽ നിന്ന് സ്പോർസ് അല്ലെങ്കിൽ രേണുക്കൾ ഉണ്ടാകുന്നു. ഈ രേണുക്കൾ ഡിസ്പേഴ്സൽ ഓഫ് സ്പോർസ്, അത് വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള മെക്കാനിസമാണ് ആർക്കുള്ളത്? മോസസിന് ഉള്ളത്. ഈ വിഭാഗത്തിൽ വരുന്ന ചില ചെടികൾക്ക് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അത്യാവശ്യം വേണ്ട 2-3 ഉദാഹരണങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഫ്യൂണേറിയ ഈസ് എ മോസ്. പോളിട്രിക്കം ഈസ് അനദർ മോസ്. സ്പാഗ്നം ഈസ് അനദർ വൺ. ഇത്രയെങ്കിലും തൽക്കാലം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് ചർച്ച ചെയ്ത പൊതുവായ സവിശേഷതകൾ ഒന്ന് ശാന്തമായി ഒന്ന് ഓർത്തു നോക്കുക, ആലോചിച്ച് നോക്കുക. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യും. ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രവർത്തനമാണ് നൽകുന്നത്. അത് നിങ്ങൾ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്തിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തും. പ്ലീസ്. ഒന്ന്, ഫസ്റ്റ് വൺ, what is a protonema? Second one,
what are gemme. And third one, write any 4 economic importance of bryophytes. ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.